പ്രൊഫ്കോൺ വിവാദത്തിൽ വിശദീകരണവുമായി വിസ്ഡം സ്റ്റുഡൻസ്. പരിപാടിയിൽ ആണും പെണ്ണും മറകെട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ കടുത്ത വിമർശനം ഉയരുകയും ചെയ്തു. കുസാറ്റിലാണ് പരിപാടി നടന്നതെന്ന വിധത്തിലും പ്രചരണങ്ങൾ ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി വിസ്ഡം സ്റ്റുഡൻസ് രംഗത്ത് വന്നത്. ആണും പെണ്ണും കൂടിക്കലരൽ ഇസ്ലാമിക സംസ്കാരമല്ല. മുസ്ലിം വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ഇസ്ലാമിക ആദർശം മുറുകെ പിടിക്കുന്നു. ഇസ്ലാമിക പരിപാടികളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഇടം പതിവാണ്. ആവശ്യാനുസരണം മറ സ്വീകരിക്കാറുണ്ട്. വിവാദം ഉണ്ടാക്കുന്നവർക്ക് വർഗീയ താൽപര്യമെന്നാണ് വിശദീകരണം. പരിപാടി നടത്തിയത് കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള ഹാളിലാണെന്നും സംഘാടകർ വിശദീകരിച്ചു. നാനാജാതി മതസ്ഥർ സൗഹാർദ്ദത്തോടെ ഇടകലർന്നു ജീവിക്കുന്ന കേരളത്തിൽ മുസ്ലിം മതസ്ഥരുടെ പതിവ് ശൈലികൾ പോലും തിരിച്ചറിയാൻ കഴിയാത്തവർ ആണെങ്കിൽ അവരോട് സഹതാപം മാത്രമാണെന്നും വർഗീയ താൽപര്യങ്ങൾ വെച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവരോട് അവജ്ഞയാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ സംഘടന വിശദീകരിച്ചു. ഇതൊന്നും യാദർച്ഛികമല്ലെന്ന് ഉറപ്പാണ്. ഇസ്ലാമോഫോബിയയിലൂടെ മറവിൽ മുസ്ലിങ്ങളെ അരുകുവൽക്കരിക്കൽ, നിരന്തരം അവരെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുക എന്ന അജണ്ട ഇതിനു പിന്നിലുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കേരളീയ പൊതുമണ്ഡലവും വിശിഷ്യ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജാഗ്രത പുലർത്തേണ്ടതാണെന്നും സംഘാടകർ അറിയിച്ചു. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി ഒക്ടോബർ 10, 11, 12 തീയതികളിൽ മംഗലാപുരത്ത് വെച്ച് നടത്തുന്ന 29ാമത് പ്രൊഫ്കോൺ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസിന്റെ ഭാഗമായി വിവിധ ക്യാമ്പസുകൾക്ക് സമീപം വ്യത്യസ്ത പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. വർഷം തോറും 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് മതധാർമ്മിക, അക്കാദമിക, സാമൂഹിക രംഗങ്ങളിൽ ദിശാബോധം നൽകി 3 പതിറ്റാണ്ടായി കേരളക്കരയ്ക്ക് സുപരിചിതമാണ് പ്രൊഫ്കോൺ. ഇതിനകം നിരവധി ക്യാമ്പസുകൾക്ക് സമീപം 29ാമത് പ്രൊഫ്കോണിന്റെ ഭാഗമായി പ്രചരണ പരിപാടികൾ സമാപിച്ചു കഴിഞ്ഞു. അതിൽ കുസാറ്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സമീപത്തുള്ള നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ സെപ്റ്റംബർ 15 നടന്ന പ്രീ പ്രൊഫ്കോൺ ക്യാമ്പസ് ഡിബേറ്റിനെ വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുന്നത് കണ്ടു. കുസാറ്റ് ക്യാമ്പസിനകത്ത് പ്രോഗ്രാം നടത്തി എന്ന ശുദ്ധ നുണയാണ് ഒന്ന്. അത് വാസ്തവ വിരുദ്ധമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അധികൃതർ തന്നെ ഔദ്യോഗികമായി അത് വ്യക്തമാക്കുകയും ചെയ്തു. ക്യാമ്പസിന്റെ പേര് ദുരുപയോഗം ചെയ്തു എന്ന നിലയ്ക്കും ചിലർ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ക്യാമ്പസുകളിൽ യൂണിറ്റ് ഉണ്ടാവുകയും ആ ക്യാമ്പസിനോട് ചേർത്ത് പറയുകയും ചെയ്യുക എന്നത് പതിവല്ലേ? മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രം അത് പാടില്ലെന്നോ? മുസ്ലിം വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ഇസ്ലാമിക ആദർശം മുറുകെ പിടിച്ചല്ലേ വിസ്ഡം സ്റ്റുഡൻസ് ഓരോ പ്രോഗ്രാമും സംഘടിപ്പിക്കുക? ആണും പെണ്ണും അതിർത്തികളില്ലാതെ കൂടിക്കലരുക എന്നത് ഇസ്ലാമിക സംസ്കാരമല്ല. മൂല്യബോധമുള്ള ആർക്കും തന്നെ അതിനോട് യോജിക്കാനും കഴിയില്ല. ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന ഏതൊരു പ്രോഗ്രാമിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഇടമൊരുക്കുക പതിവാണ്. ആവശ്യാനുസരണം മറയും സ്വീകരിക്കാറുണ്ട്. ഇതൊക്കെ ആദ്യമായി കാണുന്ന മട്ടിൽ വിവാദങ്ങൾ തീർക്കുന്നവരോട് എന്തു പറയാൻ? ഭരണാധികാരികൾ ഫേസ്ബുക്കിൽ കുറിച്ചു.